ബിടെക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യുജിയിലെ നമ്മുടെ സിലബസിൽ വരുന്ന ജികെയിലുള്ള വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ്, നമ്മൾ കുഞ്ഞുനാളിലെ പഠിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അല്ലേ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ. അപ്പം അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്, ചില ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഫർ ചെയ്യണം. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിയാലോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് which of the following is the bird sanctuary in Odisha? ഒഡീഷയിലുള്ള ഏതാണ് ഇതിൽ നിന്നുള്ള ബേർഡ് സാങ്ച്വറീസ് എന്നാണ് ചോദിച്ചത്. അപ്പം ഇതിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻസ് എ ആർ ബാലിമേള, ഓപ്ഷൻ ബി നാലബന, ഓപ്ഷൻ സി ഹിറാഗുഡ, ഓപ്ഷൻ ഡി ബംഗവൻ. അപ്പം ഇത്രയുമാണ് ഇതിൽ നിന്ന് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ നാലബന, ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാലബനയാണ് എന്താണ് ബേർഡ് സാങ്ച്വറി ഒഡീഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. ദ ആർലം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് അറ്റ്, ആർലം വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആർ, ഓപ്ഷൻസ് എ ഗുജറാത്ത് ആണ്, ഓപ്ഷൻസ് ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാടു, ഓപ്ഷൻ ഡി ഈസ് കേരള. അപ്പം നമ്മുടെ കേരളയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തത് കേട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ആരും മറക്കരുത്. കേരളയിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തത്? നമ്മുടെ ആർലം വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തത് എവിടെയാണ്? കേരളയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ദ ഇന്ത്യൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് അറ്റ്, എന്നിവിടെയാണ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. അപ്പം ഇവിടെ കൊടുത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കേരള ഉണ്ട്, അതുപോലെ തന്നെ കർണാടക ഉണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. അപ്പോൾ കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. ഇതിൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. ദ ഗോവിന്ദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ്, ഗോവിന്ദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻസ് എ ആർ കർണാടക, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ഗുജറാത്ത് ആണ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ആട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് option 5. The Tal chapter wildlife sanctuary is located at, options are Rajasthan, option B Gujarat, option C West Bengal, option D are Odisha. അപ്പം ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പം ഇത്രയും 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജി കെ നോക്കുന്ന സമയത്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് തന്നെ ആരും സ്കിപ്പ് ചെയ്യേണ്ട ഏരിയ ഒന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ഈ ഒരു ഭാഗം എങ്ങനെ പഠിക്കണം എന്ന് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉള്ള ഒരു പോർഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ മെയിൻലി നിങ്ങൾ ഒരുപാട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ എന്ത് കാര്യം നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് പഠിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ കോഡിലൂടെ തന്നെയാണ് നിങ്ങളിത് പഠിക്കേണ്ടത്. അപ്പോൾ വ്യത്യസ്തമായ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സാങ്ച്വറീസും അതിൻ്റെ നെയിമും നിങ്ങൾക്കറിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള പല കാര്യങ്ങൾ കണക്റ്റഡ് ചെയ്ത് പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഈസി ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം എ ഫോർ എഡ്യൂക്കേഷൻ.